Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce Self, Nirmala College, മൂവാറ്റുപുഴ. നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസിലെ കുറച്ചധികം പ്രോബ്ലംസ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നമുക്ക് ഇന്നതിൽ കോംപ്രഹെൻസീവ് ഇല്ലുസ്ട്രേഷൻ 3ലേക്ക് മൂവ് ചെയ്യാം. ഫോളോയിങ് ആർ ദി സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് നടരാജ് ലിമിറ്റഡ് ആസ് ഓൺ 31st December 2018 and 19. നമുക്കൊരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഐറ്റമായിട്ടൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. അത് 6 ലക്ഷം എന്നുള്ളത് 7 ലക്ഷം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും അതൊരു സോഴ്സാണ്, കാരണം ഇഷ്യൂടെ സംഭവിച്ചിട്ടുണ്ട്. ജനറൽ റിസർവ് 4 ലക്ഷം എന്നുള്ളത് 4,20,000 ആയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് ആണ്, ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പം ക്ലോസിങ്ങിൽ നിന്നും ഓപ്പണിങ് കുറയ്ക്കാനുള്ളതാണ്. പിന്നെയുള്ളത് നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഒരു ലോങ് ടൈം ബോറോയിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സോഴ്സാണ്. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് നമ്മൾ എന്തായാലും അക്കൗണ്ട് വരയ്ക്കണം. കറണ്ട് ലയബിലിറ്റി ഷെഡ്യൂൾസിലേക്ക് എടുക്കാനുള്ളതാണ്. പിന്നെ അസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റ് വന്നിട്ടുണ്ട്. അസറ്റിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് വരയ്ക്കണം. ഇൻടാഞ്ചിബിൾസ് ഒന്നുമില്ല. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അഡ്ജസ്റ്റ്മെൻറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് വരയ്ക്കണം. പിന്നീടുള്ളത് കറണ്ട് അസറ്റുകളാണ്. അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിംഗ് 20,000 വേർ സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ 2019 ഫോർ 22,000. 20,000 രൂപയുടെ സാധനം 22,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ 2,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, നമുക്ക് അക്കൗണ്ട് വരയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സ് ഈ വർഷം ക്രിയേറ്റ് ചെയ്തത് 15,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നു ഡ്യൂറിംഗ് 2019 എ പാർട്ട് ഓഫ് ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റിംഗ് 25,000 വാസ് സോൾഡ് ഫോർ 30,000. 25,000 രൂപ വിലയുള്ള സാധനം 30,000 രൂപയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ 5,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ദ പ്രോഫിറ്റ് ഓൺ സെയിൽ വാസ് ക്രെഡിറ്റഡ് ടു പി ആൻഡ് അക്കൗണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഡിവിഡൻഡ് പേര് ഡ്യൂറിംഗ് ദ ഇയർ 2019 40,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ എ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും ഏറ്റവും ആദ്യം ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കാം. പർട്ടിക്കുലേഴ്സ് 2018-19 എഫക്ട്സ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് കാണിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ കറണ്ട് അസറ്റ് എഴുതുന്നു. ഇൻവെൻട്രീസ് 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമായി മാറി. അപ്പോൾ ഇൻക്രീസ് ആണ് സംഭവിച്ചേക്കുന്നത്. ഇൻക്രീസിൻ്റെ കോളത്തിലേക്ക് ആ ഡിഫറൻസിങ് ഫിഗർ കാണിച്ചു. ട്രേഡ് റിസീവബിൾ 4,50,000 എന്നുള്ളത് 6 ലക്ഷമായി മാറി. അവിടെയും ഇൻക്രീസ് ആണ്, നമ്മൾ ഇൻക്രീസിൻ്റെ കോളത്തിലേക്ക് ആ ഒരു എമൗണ്ട് കാണിച്ചു. ക്യാഷ് അറ്റ് ബാങ്ക് 75,000 എന്നുള്ളത് 20,000 ആയിട്ടുണ്ട്. അപ്പോൾ ഡിക്രീസ് ആണ്, ഡിഫറൻസിങ് ഫിഗർ നമ്മൾ ഡിക്രീസിൽ കാണിച്ചു. കൂട്ടി ടോട്ടൽ എയും കിട്ടി. ഇവിടെയും നമുക്ക് ടോട്ടൽ കിട്ടി. ഇനി കറണ്ട് ലയബിലിറ്റി 2 ലക്ഷം എന്നുള്ളത് 1,60,000 മാറി. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മൾ ഇൻക്രീസിൻ്റെ കോളത്തിലേക്കാണ് കാണിക്കാറ്. അപ്പോൾ ഡിഫറൻസിങ് ഫിഗർ 40,000 ഇൻക്രീസ് കാണിച്ചു. വേറെ ഐറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയും ടോട്ടൽ എടുത്തു. എന്നിട്ട് ടോട്ടൽ എയിൽ നിന്നും ബി കുറയ്ക്കുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടി 6,25,000. ഇവിടെ 11,20,000 നിന്ന് 1,60,000 കുറച്ച് കഴിഞ്ഞപ്പോൾ 9,60,000. 6,25 എന്നുള്ളത് 9,60 മാറി. അപ്പോൾ അവിടെ ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഡിഫറൻസിങ് ഫിഗർ നമ്മൾ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് 3,30,000 രൂപ കാണിച്ചു. ഇവിടെ നമ്മൾ ടോട്ടൽ എടുത്തു, ഈ സൈഡും ടോട്ടൽ എടുത്തു. അവിടെയും ഡിഫറൻസിങ് ഫിഗർ 3,30,000 കിട്ടും. അത് നമ്മളിവിടെ കാണിച്ചു. അപ്പോൾ ഇത് നമുക്ക് ടാലിയായി കിട്ടും. ഇനി നമ്മൾ ഓരോരോ അക്കൗണ്ടായിട്ട് വരയ്ക്കാനായിട്ട് പോവുകയാണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് ഒരു നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ക്വസ്റ്റിന് തന്നേക്കുന്ന ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഓപ്പണിംഗ് ഫിഗർ നമ്മൾ ക്രെഡിറ്റ് കാണിച്ചു. ക്ലോസിംഗ് ഫിഗർ നമ്മൾ ഡെബിറ്റിൽ കാണിച്ചു. അക്കൗണ്ടിൻ്റെ അഡീഷണൽ ഇൻഫർമേഷനിൽ ടാക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് നോക്കാം. പ്രൊവിഷൻ ഫോർ ടാക്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 15,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ ബൈ പി ആഞ്ചൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 15,000 കാണിച്ചു. ബാലൻസിങ് ഫിഗർ ഈ വർഷം നമ്മൾ കൊടുത്ത ടാക്സ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പം ഈ പി ആഞ്ചൽ അക്കൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഈ ഒരു ബാങ്ക് എന്ന് പറഞ്ഞ ഫിഗർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ആപ്ലിക്കേഷനായിട്ട് കാണിക്കുകയും വേണം. ഇനി അസറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വരാം. അസറ്റിൽ നമുക്ക് ഓൾറെഡി ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതി. ക്ലോസിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് 4 ലക്ഷവും കാണിച്ചു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ അസറ്റിനെ കുറിച്ച് എന്നാ പറഞ്ഞേക്കണേ നോക്കാം. ഡ്യൂറിംഗ് 2019 എ പാർട്ട് ഓഫ് ഫിക്സ്ഡ് അസറ്റ് കോസ്റ്റിംഗ് 25,000 വാസ് സോൾഡ് ഫോർ 30,000. ഒരു 25,000 രൂപയുടെ സാധനം 30,000 രൂപയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ 30,000 കാണിക്കാം. 25,000 രൂപയുടെ സാധനം 30,000 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് എത്ര കിട്ടി? പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ടു പി ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 30,000 മൈനസ് 25,000 5,000 രൂപ പ്രോഫിറ്റ് കാണിച്ചു. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. വേറെ വിൽപ്പനയും പർച്ചേസും ഒന്നും നടന്നിട്ടില്ല എന്ന് ക്വസ്റ്റിനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡിഫറൻസിങ് ഫിഗർ ഡിപ്രീസിയേഷനായിട്ട് കണക്കാക്കി ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസിങ് ഫിഗറായിട്ട് എഴുതി. അപ്പോൾ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഈ ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ചെയ്യണം. ഈ പ്രോഫിറ്റിൻ്റെ ഫിഗർ നമ്മൾ ലെസ് ചെയ്യണം. ഈ ബാങ്കിൻ്റെ ഫിഗർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ സോഴ്സായിട്ട് കാണിക്കണം. അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് കാണിച്ചു. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് കാണിച്ചു. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞേക്കണം എന്നാ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിംഗ് 20,000 വേർ സോൾഡ് ഡ്യൂറിംഗ് ദി ഇയർ ഫോർ 22,000. 20,000 രൂപയുടെ സാധനം 22,000 രൂപയ്ക്ക് നമ്മൾ വിറ്റിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ലാഭമൊക്കെ ഉണ്ട് അവിടെ. ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ 22,000 രൂപ കാണിച്ചു. കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് ടു പിയാന്തൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 22,000 മൈനസ് 20,000 2,000 കാണിച്ചു. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബാങ്ക് പർച്ചേസ് കിട്ടും, അത് 50,000. ഇനി ഈ കിട്ടിയ ബാങ്ക് നമ്മുടെ സോഴ്സായിട്ട് കാണിക്കണം, ഈ ബാങ്ക് നമ്മുടെ ആപ്ലിക്കേഷനായിട്ട് കാണിക്കണം. ഈ പിയാന്തൽ അക്കൗണ്ട് പ്രോഫിറ്റ് നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പം ലെസ് ചെയ്യണം. ഇനി നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ്റെ കാൽക്കുലേഷനിലേക്ക് വരാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 1,20,000. അതിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 1,00,000 കുറച്ചു. അപ്പോൾ നമുക്ക് 20,000 കിട്ടി. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 4,20,000 മൈനസ് 4,00,000 20,000. ഡിവിഡൻറ്റ് പെയ്ഡ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് അവർ ഓൾറെഡി ഒരു ഡിവിഡൻറ്റ്, അത് നമ്മളിവിടെ കാണിച്ചു 40,000. പ്രൊവിഷൻ ഫോർ ടാക്സ് 15,000 അക്കൗണ്ടിൽ കിട്ടിയതാണ്. ഡിപ്രീസിയേഷൻ 75,000 കൂട്ടിയപ്പോൾ നമുക്ക് 1,70,70,000 കിട്ടി. പിന്നെ ആ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റും പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും അത് രണ്ടും കുറച്ചപ്പോൾ നമുക്ക് 1,63,000 രൂപ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടി. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോഴ്സസും ഉണ്ട്, ആപ്ലിക്കേഷനും ഉണ്ട്. സോഴ്സിൽ ഇഷ്യൂ ഓഫ് ഷെയർ നമ്മുടെ സോഴ്സാണ്. 7,00,000 മൈനസ് 6,00,000 1,00,000. പിന്നെ ഒരു ലോൺ ഫ്രം SBI ഓൾറെഡി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, അത് സോഴ്സാണ്. പിന്നെ അസറ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ കിട്ടിയിരുന്നത് നമ്മുടെ സെയിലിൻ്റെ എമൗണ്ട് സോഴ്സാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ കിട്ടിയ എമൗണ്ട് നമ്മുടെ സോഴ്സാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് സോഴ്സാണ്. ടാക്സിൻ്റെ അക്കൗണ്ട് വരച്ചപ്പോൾ കിട്ടിയ ഇൻകം ടാക്സ് പെയ്ഡ് നമ്മുടെ ആപ്ലിക്കേഷനാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ഡിവിഡൻറ്റ് പെയ്ഡ് നമ്മുടെ ആപ്ലിക്കേഷനാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്കൊരു പർച്ചേസ് കിട്ടിയായിരുന്നു, അത് നമ്മുടെ ആപ്ലിക്കേഷനാണ്. നെറ്റ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും നമുക്ക് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി വീഡിയോസും ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു.